ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് Y200 Pro എന്ന് പറഞ്ഞ വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ളതാണ്. ഈ Y200 സീരീസ് അത്യാവശ്യം സെയിലായിട്ടുള്ള ഒരു നല്ല മോഡലാണ്. കാരണം അത്യാവശ്യം സ്പെസിഫിക്കേഷൻ കൊടുക്കുന്ന ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫോണാണ് വിവോയുടെ Y200E എന്നൊക്കെ പറയുന്ന മോഡൽ. അപ്പോൾ അതേ ഒരു സെഗ്മെൻറ്റിൽ തന്നെ Y200 Pro ഒരു കർവഡ് ഡിസ്പ്ലേ 25,000 രൂപയ്ക്ക് താഴെ എന്ന റേഞ്ചിലാണ് ഈ ഒരു ഫോൺ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫോണിൽ 2 കളർ വേരിയൻ്റാണ് വരുന്നത്, സിൽക്ക് ഗ്രീൻ, സിൽക്ക് ബ്ലാക്ക്. ഇതിൽ സിൽക്ക് ഗ്രീൻ ഒരു AG ഗ്ലാസ് മെറ്റീരിയലാണ്, അതായത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗ്ലാസ് മെറ്റീരിയലാണ്, ഫിംഗർ പ്രിൻ്റ് ഒന്നും പതിയേലാത്ത ഒരു ഗ്ലാസ് ബോഡിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തിക്നെസ് 7.57 mm തിക്നെസ്സും 183 ഗ്രാം ഭാരമാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിൽ വരുന്നത്. അതുപോലെ സിൽക്ക് ബ്ലാക്കിലോട്ട് വരുമ്പോൾ ഒരു ഫൈബർ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. 7.49 mm തിക്നെസ്സും 172 ഗ്രാം ഭാരമാണ് ഈ വരുന്നത്. 2 ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്, വളരെ തിക്നെസ് കുറഞ്ഞ് സ്ലിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. വിവോയുടെ എക്കാലത്തെയുള്ള ഫോണുകൾ പോലെ തന്നെ Y200 Proയും സ്ലിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 6.78 ഇഞ്ച് വരുന്ന കർവഡ് AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഈ V30യിലേക്ക് കാണുന്ന ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കർവഡ് ഡിസ്പ്ലേ ആണ് കാണുന്നത്. AMOLED ആയതുകൊണ്ട് തന്നെ വളരെ എടുത്ത് നല്ല രീതിയിലുള്ള ബ്രൈറ്റ്നസ്സും 1300 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സൊക്കെ വരുന്ന ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും ഏകദേശം 105% കളർ സാച്ചുറേഷനൊക്കെ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. IP54 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഒരു സ്ക്വയർ കട്ട് മൊഡ്യൂളിലാണ് ഈ ഒരു ക്യാമറ വന്നിരിക്കുന്നത്. ഏകദേശം Y200ൻ്റെ അതേ സെയിം ക്യാമറ മൊഡ്യൂൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഓറോ ലൈറ്റ് ഒന്നുമില്ല, പകരം നോർമൽ സെൽഫി ലൈറ്റാണ് വന്നിരിക്കുന്നത്. 64 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന നൈറ്റ് പോർട്രേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ക്യാമറയാണ് വന്നിരിക്കുന്നത്. അതായത് നൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് സപ്പോർട്ട് ചെയ്യുന്ന OIS ഉള്ള ഒരു ഫോണാണ് ഈ ഒരു വിവോയുടെ Y200 Pro എന്ന് പറയാം. 2 മെഗാപിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറുമാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 5 ഹോളിനുള്ളിൽ 16 മെഗാപിക്സലിൻ്റെ പോർട്രേറ്റ് ബൊക്കെ എഫക്റ്റ് കിട്ടുന്ന ഒരു ക്യാമറയാണ് വന്നിരിക്കുന്നത്. 50 mm ഫോക്കൽ ലെന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം 50 mm ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിവോ അൽഗോരിതം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് 50 mm ഫോക്കൽ ലെന്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സിനിമാറ്റിക് മോഡൊക്കെ വരുന്നുണ്ട്. സിനിമാറ്റിക് മോഡ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക്, അതായത് പ്രോ വേരിയൻറ്റിലേക്ക് കിട്ടുന്ന പോലെ ഉള്ളതൊന്നുമല്ല. ജസ്റ്റ് ഒരു ആ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും എന്നല്ലാതെ വേറെ കൃത്യമായിട്ടുള്ള എഫക്റ്റുകളൊന്നും കിട്ടില്ല. സ്നാപ്ഡ്രാഗണിൻ്റെ 695 എന്ന് പറഞ്ഞ പ്രോസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6 nm ടെക്നോളജിയിലുള്ള ഒരു പ്രോസറാണ്. 5000 mAh ബാറ്ററി, 44 വാട്ട് ഫാസ്റ്റ് ചാർജറൊക്കെയാണ് വരുന്നത്. ഏകദേശം 1600 സൈക്കിളിക്ക് ഒരു ബാറ്ററി ലൈഫ് കിട്ടും. മാത്രം ലൈഫ് ലോങ് ഉള്ളൊരു ബാറ്ററിയാണ് കിട്ടുന്നത്. ഫൺ ടച്ച് OS Android 14ലാണ് ഈ ഒരു ഫോൺ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ കർവഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. ഏകദേശം അണ്ടർ 25,000 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരിക. ഇതിൻ്റെ 8GB 128GB എന്ന് പറയുന്ന ഒറ്റ വേരിയൻ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നാണ് ഇപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ച് കഴിയുമ്പോൾ ഇതിൽ അപ്ഡേറ്റ് വന്നിട്ട് ഇതിൻ്റെ കൂടിയ വേരിയൻറ്റുകൾ വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇതൊരു 25,000 രൂപയ്ക്ക് താഴെയായിരിക്കും ഈ ഒരു ഫോൺ ഇറങ്ങുക എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു 25,000 രൂപ താഴെ ഒരു കർവഡ് AMOLED ഡിസ്പ്ലേ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് Y200 Pro പരിഗണിക്കാവുന്ന ഒരു നല്ല ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടുവന്നായിരിക്കും. ബൈ.